എന്നാൽ ഈ ഒരു വൈബ് ഫുഡ് സ്പോട്ട് നമ്മളറിയാൻ ഇത്ര ലേറ്റ് ആയി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പഴയങ്ങാടിക്കാരൊന്നും ഇവിടെ ഇല്ലേ? പഴയങ്ങാടി താവത്താട്ടെ ഈ ഒരു കിടിലൻ ഫുഡ് സ്പോട്ട് വന്നിട്ടുള്ള റീസെന്റ് ഓപ്പൺ ആയതാണ്. ഇത് ഇവിടുത്തെ മെയിൻ താരം ഇവിടുത്തെ ലോട്ടർ ഫ്രൈസ് തന്നെ. ഒന്ന് വാങ്ങിയ ഒരു 4 പേർക്ക് കേൾക്കുന്നുണ്ട്, അത്രയും കൊണ്ടിട്ടുണ്ട്. പൈസ ആണെങ്കിൽ 200 രൂപന് താഴെ വരുന്നില്ലോ. ഇവിടെ പോയി ഇവരുടെ ലോട്ടർ ഫ്രൈസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. എനക്കൊന്ന് താവം ചെറുകുന്ന ആ ഒരു ഏരിയ തന്നെ ആദ്യത്തെ റമദാൻ ഫുഡ് സ്പോട്ടും ഇത് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവര് കോഴിക്കോടൻ സ്റ്റൈലിൽ ഐസ് ചിരണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഒരു കത്തുപാട്ടൊന്നും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാണ്ട് പോകരുത്. പിന്നെ ഉപ്പിലിട്ടതിന്റെ ആയാലും അതേപോലെ തന്നെ വെറൈറ്റി മസാലകളിലുള്ള മാങ്ങ, അതേപോലെ കുറെ വെറൈറ്റി കുലുക്കികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിൽ കുടിച്ചാൽ ഇതുപോലെ കിളി പോകുന്ന കിളിപോയി ഒക്കെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാണ്ട് പോകരുത് കേട്ടാ. വൈകുന്നേരം പോയാൽ ഇതേപോലെ നല്ല സൺസെറ്റ് ഒക്കെ കണ്ടുവിടുന്ന ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ട് പോവാ. അല്ലെങ്കിൽ ഇത് അൽഫാം, ഷവർമ, അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ കുടിച്ചാലും തീരാത്ത മിൻ ഫ്രസ്ക. കുടിച്ചു കഴിയുന്നോർ ഇതിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും കേട്ടാ. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ മോക്ടെയിലൊക്കെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, മസ്റ്റ് ട്രൈ ആവും. പഴയങ്ങാടി ഓവർ ബ്രിഡ്ജ് ഇത് അടച്ചതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള ഈ റോഡിലേ പോയിട്ടാട്ടോ നമ്മുടെ താവത്തേക്ക് എത്തിയത്. റോഡ് അടച്ചിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ദൂരം ഇല്ലും കേട്ടോ നമ്മുടെ പഴയങ്ങാടി ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. റെയിൽവേ ഗേറ്റ് ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റോടെ നമ്മളെ സ്പോട്ടിലെത്തും കേട്ടാ. പഴയങ്ങാടി താവം ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞാണ് കുറച്ച് മുന്നോട്ട് പോയ റൈറ്റ് സൈഡിലായിട്ടാ നമ്മുടെ ഈ ഒരു T4 വരുന്നത്. അപ്പൊ ഒരു നല്ല വൈബ് ഫുഡ് സ്പോട്ടോ വേണമെങ്കിൽ നേരെ ഇത് ഇങ്ങോട്ടേക്ക് വിട്ടോട്ടാ.